ക്രിസ്തുവിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം അർത്ഥസമ്പുഷ്ടമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ക്രിസ്തീയ സേവനത്തിൽ പ്രയോജനപ്പെടാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 119 സങ്കീർത്തനം അതിൻ്റെ 18 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് കണ്ണുകളെ തുറക്കണമേ. ഒരു നല്ല കാഴ്ചപ്പാട് ലഭിക്കേണ്ടതിനായി ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവശബ്ദം കേൾക്കാൻ, വചനത്തിൻ്റെ അത്ഭുതങ്ങൾ കാണാൻ, സ്വർഗീയ കാഴ്ചകൾ കാണാൻ, ദൈവിക പദ്ധതികൾ തിരിച്ചറിയാൻ, അതിലുപരിയായി ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി നമ്മുടെ നാവിലൂടെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കത്തക്ക വിധത്തിൽ ദൈവം നമ്മെ രൂപപ്പെടുത്തി എടുക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ നമ്മെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ആശ്വാസവും ബലവുമാകുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓഫീസിൽ, ഭവനത്തിൽ നാം കണ്ടുമുട്ടുന്ന ഏവരും നമ്മിലൂടെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ഉണർത്തപ്പെട്ടാൽ അനേകർ നമ്മിലൂടെ ഉണർത്തപ്പെടുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥയാണ് ആത്മീയ അന്ധത. അതിന് കാരണം 1 യോഹന്നാൻ 2:9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ദാസനാത്മാവിനാൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് ഞാൻ പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. എല്ലാം ഉണ്ടെങ്കിലും ഒന്നും കാണാൻ കഴിയാത്ത അവസ്ഥ, നമ്മിലേക്ക് തന്നെ ചുരുങ്ങുന്ന അവസ്ഥ, ദൈവവചനത്തിലേക്ക് ചുരുങ്ങാൻ കഴിയാത്ത സാഹചര്യം. അതിനാൽ ഹൃദയവിശാലത നഷ്ടപ്പെടുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും പ്രയോജനമുള്ളവരെ കരം പിടിച്ചുയർത്തുവാനും ദൈവവചനത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഹൃദയവിശാലതയുള്ളവരായി, ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഭാഗികമായ കാഴ്ചയും അപകടം നിറഞ്ഞതാണ്. സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ട സഹോദരങ്ങളെ സ്നേഹിക്കാൻ കഴിയാതെ അവരെ അകറ്റി നിർത്തുന്നതും ഹൃദയവിശാലതയില്ലാത്ത അനുഭവങ്ങളും ഭാഗികമായ കാഴ്ചയുടെ ലക്ഷണമാണ്. അത് വളരെ അപകടം നിറഞ്ഞതാണ്. അത് നമ്മെ നാശകരമായ കുഴിയിലേക്ക്, അപകടകരമായ അനുഭവത്തിലേക്ക് എത്തിക്കുന്നു. എന്നാൽ എല്ലാം സ്പഷ്ടമായി കാണുന്ന അനുഭവത്തിലേക്ക് അനുദിനം വർദ്ധിച്ചു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മേഘങ്ങൾക്കപ്പുറം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ കാണുവാൻ ഹൃദയദൃഷ്ടിയെ പ്രകാശിക്കണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാം ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് അങ്ങ് ദൂരെ തങ്ങൾക്കായി ഒരുക്കിയ നഗരത്തെ വിശ്വാസത്താൽ കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിയതുപോലെ നമുക്കും മേഘങ്ങൾക്കപ്പുറം ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആത്മീക നിക്ഷേപങ്ങളെ കാണുവാൻ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ദൈവാനുഗ്രഹം പ്രാപിപ്പാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. ഈ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹമായി തീർക്കട്ടെ. എല്ലാ നന്മകളും ദൈവം നമ്മുടെ മേൽ പകരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.